നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകൻ പാലിയത്ത് ജയചന്ദ്രൻ 80-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി മടങ്ങി. അരനൂറ്റാണ്ടിലേറെ മലയാള സംഗീത സപര്യയ്ക്ക് ധീരമായ നേതൃത്വം കൊടുത്ത് ജയചന്ദ്രൻ മടങ്ങുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇനി പുതുതായി എന്താണ് പറയാനുള്ളതെന്ന് ഒരു നിശ്ചയവുമില്ല. ബോബി ചെമ്മണ്ണൂറിൻ്റെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചാനലുകൾ പൊടുന്നനെ 7:30-ക്ക് ജയചന്ദ്രൻ്റെ മരണവാർത്ത അറിഞ്ഞതോടെ അങ്ങോട്ട് മാറുകയായിരുന്നു. കാരണം യേശുദാസിനെ ഒഴിച്ചു നിർത്തിയാൽ മലയാളത്തിൽ ഇങ്ങനെയൊരു ഗായകൻ വേറെയില്ല എന്നത് തന്നെ. ഇന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ ജയചന്ദ്ര ശബ്ദത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാർത്തകളാണ്. പുതുതായി ഒന്നും ജയചന്ദ്രനെ കുറിച്ച് പറയാനില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കടമ നിറവേറ്റാൻ ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് കരുതുക. 1958 സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. അന്ന് ലളിതഗാനത്തിന് 1-ാം സ്ഥാനം നേടിയത് യേശുദാസ് ആയിരുന്നെങ്കിൽ 2-ാം സ്ഥാനം ജയചന്ദ്രന് കിട്ടി. യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിലും 1-ാം സ്ഥാനക്കാരനായിരുന്നു. ജയചന്ദ്രൻ മൃദംഗത്തിലായിരുന്നു 1-ാം സ്ഥാനം നേടിയത്. അന്നു മുതൽ യേശുദാസിൻ്റെ കൈകളിലേക്ക് മലയാള സംഗീത ലോകം മാറിപ്പോയി. അസാധാരണമായ ശബ്ദഗാംഭീര്യവും ശാസ്ത്രീയ സംഗീതത്തിലെ അസാധാരണമായ അറിവും യേശുദാസിനെ ഗാനഗന്ധർവനാക്കി. 58-ലെ സ്കൂൾ യുവജനോത്സവത്തിൽ 1-ാമതെത്തിയ യേശുദാസ് ഏറെ വൈകാതെ തന്നെ മലയാള സിനിമാ ലോകത്തെ ഗാനഗന്ധർവനായി മാറിയെങ്കിലും 2-ാമതെത്തിയ ജയചന്ദ്രന് വീണ്ടും 10 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. അതും 1965-ലെ ഇൻഡോ പാക് യുദ്ധകാലത്ത് യുദ്ധബാധിതരെ സഹായിക്കാൻ MP ശ്രീനിവാസൻ നടത്തിയ ഗാനമേളയിൽ പാട്ട് പാടിയപ്പോൾ MP ശ്രീനിവാസൻ ശ്രദ്ധിച്ചതുകൊണ്ട്. അന്ന് MP ശ്രീനിവാസൻ ശ്രദ്ധിച്ചതുകൊണ്ടാണ് പിന്നീട് കുഞ്ഞാലിമരക്കാറിലേക്ക് ക്ഷണം കിട്ടുന്നത്. എന്നാൽ ആ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കളിത്തോഴനിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം പുറത്തു വരുന്നു. അത് ഇൻസ്റ്റന്റ് ഹിറ്റായതോടെ ജയചന്ദ്രൻ മലയാള സിനിമയിൽ അനിവാര്യ ഘടകമായി. വാസ്തവത്തിൽ വലിയൊരു മരമായി പടർന്നു പന്തലിച്ച യേശുദാസിൻ്റെ നിഴലായി ആ തണലിൽ തന്നെ വളരുകയായിരുന്നു ജയചന്ദ്രൻ. യേശുദാസ് ആയിരുന്നു അക്കാലത്ത് എല്ലാ സിനിമക്കാരുടെയും 1-ാം നമ്പർ ചോയ്സ്. എന്നാൽ യേശുദാസിൻ്റെ തിരക്ക് മൂലം മാറ്റിവയ്ക്കപ്പെടുന്ന സിനിമകൾ, യേശുദാസിൻ്റെ ശബ്ദത്തേക്കാൾ ആർദ്രമെന്ന് തോന്നുന്ന ശബ്ദം ആവശ്യമുള്ള സിനിമ പാട്ടുകൾ, യേശുദാസും സംഗീത സംവിധായകരും തമ്മിൽ ഉടക്കുണ്ടാവുമ്പോൾ പകരക്കാരനെ ആവശ്യമായി വരുന്ന സിനിമാ പാട്ടുകൾ, അങ്ങനെയൊക്കെയാണ് ജയചന്ദ്രൻ ശ്രദ്ധ നേടിയത്. യേശുദാസ് കിരീടം വയ്ക്കാത്ത രാജാവായി ഉയർന്നു നിന്നപ്പോൾ പലപ്പോഴും മുതിർന്ന സംഗീത സംവിധായകരോട് പോലും അദ്ദേഹം ഉരസിയിട്ടുണ്ട്. അത്തരം ഉരസലുകളൊക്കെ അവസരം കൊടുത്തത് ജയചന്ദ്രനായിരുന്നു. ഒരു വൻമരം തഴച്ചു വളരുമ്പോൾ ചെറുമരങ്ങളും ആവശ്യമാണ് എന്ന സന്ദേശമാണ് ജയചന്ദ്രനിലൂടെ നമുക്ക് ലഭിച്ചത്. യേശുദാസിനെ പോലൊരു വൻമരം തഴച്ചു പടർന്നപ്പോഴും അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഏതാണ്ട് 19,000-ഓളം സിനിമാ പാട്ടുകളിൽ ജയചന്ദ്രൻ പാടി. 1 തവണ ദേശീയ പുരസ്കാരവും 5 തവണ സംസ്ഥാന പുരസ്കാരവും 4 തവണ തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ജയചന്ദ്രൻ നേടി എന്നത് തന്നെ ജയചന്ദ്രൻ എന്ന സിനിമാ പാട്ടുകാരൻ്റെ അസാധാരണമായ പ്രാഗൽഭ്യത്തിന് തെളിവായി മാറുന്നു. തൃപ്പൂണിത്തറ രാജകുടുംബത്തിലെ കൊച്ചനിയൻ തമ്പുരാൻ്റെ മകനായിരുന്നിട്ടും പ്രശസ്തമായ പാലിയത്ത് തറവാട്ടിലെ അംഗമായിരുന്നിട്ടും ജയചന്ദ്രൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചേയില്ല. ജീവിതം മുഴുവൻ സംഗീതമായിരുന്നെങ്കിലും ശാസ്ത്രീയ സംഗീതത്തോട് നോ പറഞ്ഞാണ് ജയചന്ദ്രൻ പടർന്നു പന്തലിച്ചത്. ശബ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതത്തിലെ ശീലങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് വെല്ലുവിളിയായിരുന്നു ജയചന്ദ്രൻ്റെ ജീവിതം. ഒരു സ്വാഭിമാനിയായ ധിക്കാരി കൂടിയായിരുന്നു ജയചന്ദ്രൻ. കോഴിക്കോട് ഒരു ചാനൽ പരിപാടിയിൽ ലൈറ്റ് മുഖത്തേക്ക് അടിച്ചപ്പോൾ അത് ഓഫാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഓഫാക്കാതെ വന്നപ്പോൾ പുറം തിരിഞ്ഞു നിന്ന് പാടി വെല്ലുവിളിച്ച ആ ധിക്കാരം ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. ജീവിതശൈലിയിലോ ഭക്ഷണ രീതിയിലോ ഒരു സംഗീതജ്ഞന് വേണ്ട മിതത്വം ജയചന്ദ്രൻ പാലിക്കാതിരുന്നത് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ അനാവശ്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാടില്ല എന്ന സ്വാഭിമാനം കലർന്ന ധിക്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അതെ, ആ ധിക്കാരിയാണ് ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞിരിക്കുന്നത്. മലയാളം കണ്ട എക്കാലത്തെയും വലിയ ഭാവഗായകരിൽ ഒരാളായ P. ജയചന്ദ്രന് എൻ്റെയും മറുനാടൻ കുടുംബത്തിൻ്റെയും ആദരാഞ്ജലികൾ.